പാകിസ്ഥാന്റെ വ്യോമമേഖല അടച്ചതോടെ അന്താരാഷ്ട്ര വിമാനയാത്രയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ. പ്രത്യേകിച്ച് യൂറോപ്പ്, ഗൾഫ്, വടക്കേ അമേരിക്ക എന്നീ ദൂരദേശങ്ങളിലേക്ക് പോകുന്നവർ. പാക് വ്യോമപാതയ്ക്ക് പകരമായി വിമാനം ദൂരം കൂടിയ റൂട്ടുകളിലൂടെ പറക്കേണ്ടി വരുന്നതിനാൽ ഇന്ധന ചെലവും വിമാനയാത്രാ നിരക്കും സ്വാഭാവികമായും ഉയരാനാണ് സാധ്യത. എങ്കിലും ഇത്തരം മാറ്റങ്ങൾ പ്രധാനമായും ഉത്തരേന്ത്യൻ റൂട്ടുകളെ ബാധിക്കുമെന്ന നിലപാടിലാണ് ഏവിയേഷൻ മേഖല. ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് യാത്രക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വ്യോമപാതയുടെ പൂട്ടൽ ഇവിടുത്തെ വിമാനങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കില്ല. എയർലൈനുകളുമായി ബന്ധങ്ങൾ വിശദമാക്കിയത് ഇക്കാര്യമാണ്. ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലൂടെയുള്ള കണക്റ്റിംഗ് വിമാനത്തിലൂടെ മോസ്കോവിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രതിസന്ധി ഉണ്ടായേക്കാമെന്ന് അധികൃതർ അറിയിച്ചു. എങ്കിലും മുൻകൂട്ടിയുള്ള ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഉടൻ വലിയ പ്രതിസന്ധി ഇല്ല എന്നാണ് വിലയിരുത്തുന്നത്. പാകിസ്ഥാനിലൂടെ പറക്കുന്നത് തടഞ്ഞതിനെതിരായ തിരിച്ചടി പ്രധാനമായും ഡൽഹി, അമൃത്സർ, ലക്നൗ, ചണ്ഡീഗഡ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളെയാണ് നേരിടുന്നത്. ഈ വിമാനങ്ങൾക്ക് ചൈന, സമുദ്രപ്രദേശം, ഹിമാലയൻ മലനിരകൾ തുടങ്ങിയ ബദൽ വ്യോമപാതകൾ പിന്തുടരേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.